ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർണ്ണം. ജില്ലയിൽ പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് 11,000-ഓളം ഉദ്യോഗസ്ഥരെ. ജില്ലയിൽ അതീവ സുരക്ഷയിൽ 48 ബൂത്തുകൾ. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയെന്ന ആരോപണവുമായി UDF. LDF തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ആയുധ വിവാദം അടിസ്ഥാനരഹിതമെന്ന് LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ. മന്ത്രിയെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് BJP. തെരഞ്ഞെടുപ്പിൽ CPM BJP അന്തർധാര വ്യക്തമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. CPM BJP ബന്ധമുണ്ടാകണമെങ്കിൽ വെളുത്ത കാക്ക മലർന്നു പറക്കേണ്ടി വരുമെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ദുരാരോപണങ്ങൾ കൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മാറ്റ് കുറയ്ക്കാമെന്ന വ്യാമോഹം നടക്കില്ലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി. ഹർജി മെയ് 22-ന് വീണ്ടും പരിഗണിക്കും. വിശദമായ വാർത്തകളിലേക്ക്. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 1.5 മാസത്തിലേറെ നീണ്ട പ്രചാരണത്തിന് സമാപനമായതോടെ ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായിരുന്നു. തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് നിയമസഭാ മണ്ഡലങ്ങൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങൾ ആലത്തൂരിലും, കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലങ്ങൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലുമാണ്. ജില്ലയിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളും വോട്ടെടുപ്പിന് സജ്ജമായി കഴിഞ്ഞു. സുരക്ഷയുടെ ഭാഗമായി മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും പോലീസിന്റെ സജീവ സാന്നിധ്യമുണ്ട്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് കുടിവെള്ളം, ശൗചാലയ സൗകര്യം, വീൽ ചെയറുകൾ, വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ഓരോ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ 15 ബൂത്തുകൾ വനിതാ ഉദ്യോഗസ്ഥർ മാത്രം നിയന്ത്രിക്കുന്നവയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. 2319 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. 11,000-ലധികം ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിനുള്ള സാമഗ്രികളുടെ വിതരണം നടന്നത് 10 കേന്ദ്രങ്ങളിലായി. EVM, VVPAT മെഷീൻ ഉൾപ്പെടെയുള്ള സാമഗ്രികളാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ കൈമാറിയത്. സാമഗ്രികളുടെ വിതരണത്തിന് പ്രത്യേക കൗണ്ടറുകൾ തയ്യാറാക്കിയിരുന്നു. ഏറ്റുവാങ്ങിയ സാമഗ്രികൾ ചെക്ക് ലിസ്റ്റുമായി ഒത്തുനോക്കിയ ശേഷം GPS ഘടിപ്പിച്ച പ്രത്യേക വാഹനങ്ങളിൽ ബൂത്തുകളിൽ എത്തിച്ചു. തൃശൂർ, വടക്കാഞ്ചേരി, നാട്ടിക, ഒല്ലൂർ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹൃദ തെരഞ്ഞെടുപ്പാക്കുന്നതിന്റെ ഭാഗമായി കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഹരിത മാതൃക പോളിംഗ് ബൂത്ത് ഒരുങ്ങി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെ പോളിംഗ് ബൂത്താണ് ഹരിത മാതൃകയിൽ ഒരുക്കിയിട്ടുള്ളത്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പോളിംഗ് ബൂത്താണിത്. പച്ചയോല കൊണ്ടുള്ള സ്വാഗത ബോർഡ്, കുരുത്തോല തോരണം, വേസ്റ്റ് ബിന്നായി ഓല മെടഞ്ഞുകൊണ്ടുള്ള വല്ലം തുടങ്ങി പ്ലാസ്റ്റിക് മുക്തമാക്കിയാണ് ബൂത്ത് നിർമ്മിച്ചത്. കയ്പമംഗലം മണ്ഡലം ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസർ അറ്റ്ലി ഉസ്മാൻ നേതൃത്വം നൽകിയാണ് ഹരിത പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. 1300-ഓളം പേരാണ് ഈ ബൂത്തിൽ വോട്ടവകാശം വിനിയോഗിക്കുക. ജില്ലയിൽ 48 പ്രശ്നബാധിത ബൂത്തുകൾ. പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചു. പ്രശ്നസാധ്യതാ ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് CAPF ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചു. വെബ്കാസ്റ്റിംഗ് സംവിധാനം, വീഡിയോഗ്രാഫർ, പോലീസ് സുരക്ഷ എന്നിവ പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ ഉറപ്പാക്കും. ജില്ലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 5000-ഓളം പോലീസുകാരെ വിന്യസിപ്പിച്ചു. തൃശൂർ സിറ്റി പരിധിയിൽ 3000-ഓളം പോലീസുകാരെയും റൂറൽ പരിധിയിൽ 2445 പോലീസുകാരെയുമാണ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത്. പോലീസിന് പുറമെ കേന്ദ്രസേനയെയും സ്പെഷ്യൽ പോലീസും മോട്ടോർ വാഹന വകുപ്പ്, വനം വകുപ്പ് ജീവനക്കാരും സുരക്ഷാ ഡ്യൂട്ടിക്കായി ഉണ്ടാകും. പ്രശ്നസാധ്യതാ ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് 4 CAPF ഉദ്യോഗസ്ഥരെയും വിന്യസിപ്പിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ പ്രചാരണ അകമ്പടി വാഹനത്തിൽ നിന്നും വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയെന്ന ആരോപണവുമായി UDF.
ആയുധങ്ങൾ വാഹനത്തിൽ നിന്നും എടുത്തു മാറ്റുന്നതിന്റെ CCTV ദൃശ്യങ്ങളും UDF പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊട്ടിക്കലാശം കഴിഞ്ഞു പോകുന്ന വാഹന വ്യൂഹത്തിലായിരുന്നു ആയുധങ്ങൾ ഉണ്ടായിരുന്നതെന്നും UDF നേതാക്കൾ ആരോപിച്ചു. ചേലക്കര മണ്ഡലത്തിൽ ആയുധങ്ങളുമായി പോകുന്ന വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് UDF പുറത്തുവിട്ടത്. വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഒരാൾ ആയുധങ്ങൾ പുറത്തേക്ക് മാറ്റുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. അതേസമയം പ്രചാരണ ബോർഡുകൾ അഴിച്ചു മാറ്റാൻ ഉപയോഗിച്ച ആയുധങ്ങളാണ് ഇതെന്നാണ് CPM വിശദീകരണം. CCTV ദൃശ്യങ്ങളിൽ ഉള്ളവരെ വിളിപ്പിക്കുമെന്ന് ചേലക്കര പോലീസ് വ്യക്തമാക്കി. ദൃശ്യങ്ങളുടെ ആധികാരികത ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടിയെന്നും പോലീസ് വ്യക്തമാക്കി. ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയത് ഇതിന്റെ ഭാഗമാണെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. നമുക്കിതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മാരകായുധങ്ങൾ എടുത്ത് കാറിൽ നിന്ന് പുറത്തിടുകയും CCTV ദൃശ്യങ്ങളിൽ അത് കണ്ടോ എന്ന് സംശയം തോന്നി കാറിന്റെ പിൻസീറ്റിലിരുന്ന ആള് കാർ പിന്നോട്ടെടുക്കാൻ പറയുകയും ആ തിരിച്ച മാരകായുധങ്ങൾ കാറിലേക്ക് എടുത്തിട്ട് കാർ പിന്നോട്ട് പോവുകയുണ്ടായിരുന്നു. മുന്നോട്ട് പിന്നെ കാർ പോയിട്ടില്ല. എനിക്ക് വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് CPM-ഉം LDF-ഉം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. പ്രചാരണ അകമ്പടി വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയെന്ന UDF-ന്റെ ആരോപണത്തിന് മറുപടിയുമായി LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ വാർത്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വിവാദമാണ് ഇപ്പോഴത്തെ ആയുധ വിവാദം. പ്രചാരണ ബോർഡുകൾ കെട്ടിമടങ്ങുന്നതിനിടെ വണ്ടിയിൽ കയറ്റിവന്ന പണിയായുധങ്ങൾ വാങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിനെ ബാലറ്റിലൂടെയാണ് നേരിടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ദൃശ്യങ്ങളിൽ കാണുന്നവരെ ചേലക്കര പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തതായും രാധാകൃഷ്ണൻ വ്യക്തമാക്കി. വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇതുമായിട്ട് പോകുന്നത് ശരിയല്ല, ആക്രമിക്കാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ പിന്നെ അത് ഉപേക്ഷിക്കുക, വഴിയിൽ CCTV ഉള്ള സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിക്കുമോ? അപ്പം അങ്ങനെ ഒരു ലേമാൻമാരാണ് അവർ. അതുകൊണ്ട് അവർ എന്താ വെച്ചാൽ ഇത് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ്, അത് പ്രചരണ വാഹനമല്ല. ഇപ്പം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് പ്രചരണ വാഹനത്തിൽ നിന്ന് ആയുധം കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പ്രചരിപ്പിച്ചത്. അത് പ്രചരണ മൂല്യത്തിന് വേണ്ടി അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാഹനമല്ല, വേറെ ഏതോ വാഹനമാണ് ഉപയോഗിച്ചത്. അത് ഇതിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്. വടിവാൾ പാർട്ടിയായി CPM-ഉം വടിവാൾ മന്ത്രിയായി K രാധാകൃഷ്ണനും മാറിയെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ പ്രചാരണ അകമ്പടി വാഹനത്തിൽ നിന്നും വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയെന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയുധം അലങ്കാരമാണ്. വടിവാൾ കൊണ്ട് ആദ്യമായി ഫ്ലക്സ് കിട്ടുന്ന മന്ത്രി K രാധാകൃഷ്ണനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണെന്നും ഗോപാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഫ്ലക്സ് കിട്ടാൻ വേണ്ടിയാണ് ആയുധങ്ങൾ കൊണ്ടുപോയതെന്ന വ്യാഖ്യാനം പോലീസ് പറയുന്നത് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിമകളാണ് പോലീസെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. BJP ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ, BJP മധ്യമേഖലാ സെക്രട്ടറി സുധീഷ് മേലൂത്തുപറമ്പിൽ, BJP ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് PR രാജ്കുമാർ, ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TC പ്രകാശൻ, K ബാലകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചേലക്കര, അതായത് ഈ ആലത്തൂർ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും അക്രമത്തിനുള്ള തയ്യാറെടുപ്പുകൾ CPM ചെയ്യുന്നതായിട്ട് അറിവുണ്ട്. പരാജയ ഭീതി മൂലം അക്രമം അഴിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് LDF ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ്. തൃശൂരിൽ UDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്ന് ആവർത്തിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP. CPM BJP അന്തർധാര വ്യക്തമാണെന്നും കോൺഗ്രസ്. ആലത്തൂർ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും UDF പരാതി നൽകി. സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ K രാധാകൃഷ്ണന്റെ ബന്ധുവിന്റെ കാറിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. വിഷയത്തിൽ രാധാകൃഷ്ണനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും തൃശൂരിൽ കേന്ദ്രസേനയെ നിയോഗിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ സുരേന്ദ്രൻ എന്ന് പറയുന്ന CPM-ന്റെ പ്രാദേശിക നേതാവ് വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഇറക്കി വയ്ക്കുന്നതും പിന്നീട് ആ വണ്ടിയിൽ കയറ്റി വയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാനിടയായി. പരാജയ ഭീതി പൂണ്ട LDF ബോധപൂർവം അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക. എന്തായാലും രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു ഉന്നതനായ CPM-ന്റെ നേതാവിന്റെ ഭാഗത്തു നിന്ന്, മന്ത്രി കൂടിയായ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് വളരെ ബോധപൂർവമാണ് എന്നുള്ള സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തൃശൂർ ജില്ലയിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ അക്രമം ഉണ്ടാക്കാനുള്ളതിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ മാരകായുധങ്ങൾ. അതുകൊണ്ട് സ്പെഷ്യൽ കേന്ദ്ര സേനയെ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപകമായി കൃത്രിമ വോട്ടർമാരുണ്ട്. ഇടത് BLO-മാരുടെ സഹായത്തോടെ
BJP-യാണ് ഇതിന് പിന്നിൽ. കാരണക്കാരായ BLOമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതാപൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പോലും താമസിക്കാത്ത ആളുകൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകളുടെ വിലാസത്തിൽ ഇവിടെ വോട്ട് ചേർത്തിരിക്കുകയാണ്. നിരവധി ഫ്ളാറ്റുകളിൽ ഇത്തരത്തിലുള്ള വോട്ടുകൾ ചേർത്തിയിട്ടുണ്ട്. ഈ വ്യാജ വോട്ടുകൾ ചേർക്കുന്നതിന് BLOമാരെ സ്വാധീനിച്ച് BJP-യാണ് അതിന് പണം ഒഴുക്കി ഈ ശ്രമം നടത്തിയിട്ടുള്ളത്. വ്യാജ വോട്ടർമാരെ പോളിംഗ് ബൂത്തിന് അകത്തും പുറത്തും തടയുമെന്ന് പറഞ്ഞ പ്രതാപൻ CPM BJP അന്തർധാര വ്യക്തമായ തൃശൂരിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാർ UDF-ന് വോട്ട് ചെയ്യുമെന്നും LDF തൃശൂരിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും അഭിപ്രായപ്പെട്ടു. ഒരു വ്യാജ വോട്ടറെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ UDF സമ്മതിക്കില്ല. തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ അന്തിമ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. തൃശൂരിൽ മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. LDF 3ാം സ്ഥാനത്തേക്ക് പോയി. അതിനേക്കാൾ ഗുരുതരമായ കാര്യം CPM-ൽ ഒരു വിഭാഗം ഒരു ബൂത്തിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് 25 കേഡർ വോട്ടുകൾ BJP-ക്ക് മറിച്ച് നൽകാൻ നിർദ്ദേശം നൽകിയതായി സൂചന ലഭിച്ചിട്ടുണ്ട്. അതിനെതിരെ CPM-ൽ തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കരമായ കലാപം പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. തൃശൂർ DCC ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF നേതാക്കളായ PM അമീർ, PM കൃഷ്ണൻ, PM അനീഷ് എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. ഒളരി ശിവരാമപുരം കോളനിയിൽ വോട്ട് ചെയ്യാനായി BJP പ്രവർത്തകർ പണം നൽകിയതായി പരാതി. BJP പ്രവർത്തകർ വീടൊന്നിന് 500 രൂപ വീതം നൽകിയതായാണ് പരാതിയിൽ പറയുന്നത്. പണം തിരികെ നൽകിയിട്ടും വാങ്ങാതെ പ്രവർത്തകർ മടങ്ങിപ്പോയതായി കോളനി വാസികൾ പറയുന്നു. അതേസമയം കോളനിയിലെ വീടുകളിലെത്തി പണം നൽകി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ പോലീസിന് നിർദ്ദേശം നൽകി. സംഭവത്തിൽ BJPക്ക് പങ്കില്ലെന്ന് BJP ജില്ലാ അധ്യക്ഷൻ K അനീഷ് കുമാർ പറഞ്ഞു. CPM BJP-യുമായി ബന്ധമുണ്ടാക്കുന്നുവെന്ന് ആരോപിക്കാൻ സാമാന്യ നിലയ്ക്കുള്ള തൊലിക്കെട്ടി പോരെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാജയ ഭീതി കൊണ്ടാണ് UDF CPM BJP ബന്ധം ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. CPM BJP ബന്ധമുണ്ടാകണമെങ്കിൽ വെളുത്ത കാക്ക മലർന്ന് പറക്കേണ്ടി വരുമെന്നും സുനിൽകുമാർ പറഞ്ഞു. പണം കൊടുത്തും വോട്ടർ പട്ടികയിൽ ക്രമവിരുദ്ധമായി പേര് ചേർത്തും വ്യാജ പ്രചാരണത്തിലൂടെ മതപരമായ ചേരിതിരിവുണ്ടാക്കിയും വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP ശ്രമിക്കുന്നുവെന്നും സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ സംസ്കാരത്തെയും പ്രതിബദ്ധതയെയും ചോദ്യം ചെയ്യുന്നതാണ് ഒളരി ശിവരാമപുരം കോളനിയിൽ പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP നടത്തിയ ശ്രമം. ആ ശ്രമം ഇവിടെ വില പോകില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. വയനാട്ടിൽ മുസ്ലിം ലീഗ് കൊടി ഉപേക്ഷിച്ചതുപോലെ ചാവക്കാട് പറ്റില്ലെന്ന തിരിച്ചറിവാണ് രാഹുൽ ഗാന്ധി ചാവക്കാട് തെരഞ്ഞെടുപ്പ് പര്യടനം ഉപേക്ഷിക്കുന്നതിന് കാരണമായത്. വോട്ടർ പട്ടികയിൽ ക്രമവിരുദ്ധമായി ചേർക്കപ്പെട്ട വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ LGF പോളിംഗ് ഏജന്റുമാർ ചലഞ്ച് ചെയ്യും. മതവർഗീയ ശക്തികൾക്കും അവസരവാദ രാഷ്ട്രീയത്തിനും തിരിച്ചടി ഉണ്ടാക്കും വിധം നല്ല ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരത്തിന്റെ പ്രവർത്തനങ്ങളിൽ അന്നുണ്ടായിരുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അത് നേരിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം 2011 കൈപ്പമല ബലിയായിരിക്കുമ്പോഴും ഇവിടുത്തെ പൂര കമ്മിറ്റിക്കാരെല്ലാം തന്നെ ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന MLA ആയിട്ട് പോലും ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആയിട്ട് സ്ഥാപിച്ച് തൃശ്ശൂർ പൂരത്തിന് സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കിയത് ആ സന്ദർഭത്തിലാണ്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട അത്ര പ്രശ്നങ്ങളുണ്ടായി. ആദ്യം UDF-ന്റെ മുൻ സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞു BJP-യും കോൺഗ്രസും അല്ല പിന്നെ LDF-ഉം അല്ല UDF-ഉം തമ്മിലാണ് മത്സരം എന്നുള്ള പ്രചരണം നടത്തി. അതിനുശേഷം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പറഞ്ഞു അത് ശരിയല്ല, UDF LDF-ഉം തമ്മിലാണ് പ്രചരണം മത്സരം എന്നുള്ള പ്രചരണം പിന്നെ നടത്തി. ഇപ്പൊ അത് വീണ്ടും പഴയ സ്ഥാനാർത്ഥിയുടെ നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് കാലികളിലെ മണ്ണ് അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി കൊണ്ടാണ് പ്രചരണങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഇത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM, ഞാൻ പ്രധാനമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. CPM BJP-യുമായി ധാരണ ഉണ്ടാക്കി ചില വിഭാഗങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ പരിണതപ്രജ്ഞരായിട്ടുള്ള പത്രമാധ്യമ സുഹൃത്തുക്കളാണ്, രാഷ്ട്രീയത്തെ പറ്റി തന്നെ അറിയുന്നവരാണ്. ഞാൻ ചോദിക്കുന്നത് CPM-നെ പോലെയുള്ള ഒരു പ്രസ്ഥാനം
പരാജയ ഭീതിയിൽ ഇടത് വലത് മുന്നണികൾ കുപ്രചരണം നടത്തി തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ. ദുരാരോപണങ്ങൾ കൊണ്ട് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കാമെന്ന വ്യാമോഹം നടക്കില്ല. വോട്ടിന് പണം നൽകലും കള്ളവോട്ട് ചെയ്യലും കോൺഗ്രസ് CPM പാരമ്പര്യമാണ്. അത്തരം ആരോപണങ്ങൾ BJPയുടെ അടുത്ത് വിലപ്പോവില്ല. CPM ചാവേറുകളെ വെച്ച് BJPയെ അപകീർത്തിപ്പെടുത്താൻ കള്ളക്കഥയുണ്ടാക്കിയാൽ അതിനെ ശക്തമായി നേരിടും. BJP ഓഫീസിലെ സ്ഥിര താമസക്കാർക്ക് വോട്ട് ചെയ്യാൻ TN പ്രതാപന്റെ അനുമതി ആവശ്യമില്ലെന്നും അനീഷ് കുമാർ പറഞ്ഞു. തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല പരിശോധന ഉണ്ടായോ എന്നതിൽ സർക്കാർ മറുപടി നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പൂരത്തിന്റെ ഭാഗമായി ആചാരാനുഷ്ഠാനങ്ങൾ പോലീസ് തടസ്സപ്പെടുത്തിയതിൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി P. സുധാകരൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിശദീകരണം തേടിയത്. ഹർജി മെയ് 22 വീണ്ടും പരിഗണിക്കും. ദേശീയപാതയിലെ നെല്ലായി കൊളത്തൂർ തൂപ്പൻകാവ് പാലത്തിന് സമീപം തീറ്റപ്പുല്ല് കയറ്റി വന്നിരുന്ന ലോറി മറിഞ്ഞതിനെ തുടർന്ന് നെല്ലായിക്കും കൊടകരയ്ക്കുമിടയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്ന് മൂവാറ്റുപുഴയിലുള്ള ഫാമിലേക്ക് തീറ്റപ്പുല്ലുമായി വന്നിരുന്ന ലോറിയാണ് ദേശീയപാതയിൽ മറിഞ്ഞത്. ലോറിയിലെ പുല്ല് റോഡിൽ ചിതറി വീണു. ഇതേ തുടർന്ന് നെല്ലായി മുതൽ കൊടകര വരെ ദേശീയപാതയിൽ ഗതാഗതം ഒറ്റവരിയാക്കി. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് നിരവധി യാത്രക്കാർ ദുരിതത്തിലായി. ചാലക്കുടി ഭാഗത്തേക്കുള്ള ചെറുവാഹനങ്ങൾ നെല്ലായിയിൽ നിന്ന് പന്തല്ലൂർ മറ്റത്തൂർ വഴി കൊടകരയിലെത്തിയാണ് യാത്ര തുടർന്നത്. കൊടകര പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ ഭക്ഷണത്തിൽ നിന്നും ചത്ത 8 കാലിയെ ലഭിച്ചതായി പരാതി. മരത്തംകോട് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടൽ അടപ്പിച്ചു. ഭാരത് ഹോട്ടലാണ് ആരോഗ്യ വിഭാഗം അധികൃതർ അടപ്പിച്ചത്. യുവതി ഓർഡർ ചെയ്ത മസാലദോശ കഴിക്കുന്നതിനിടയിലാണ് ചത്ത 8 കാലിയെ ലഭിച്ചത്. തുടർന്ന് സംഭവം ഹോട്ടൽ ജീവനക്കാരെ അറിയിച്ച യുവതി കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകുകയായിരുന്നു. സ്ഥലത്തെത്തിയ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P. ജോൺ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MS. ഷീബ, PP. വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ ഹോട്ടലിൽ പരിശോധന നടത്തി. പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് ഹോട്ടൽ അടച്ചിടാൻ ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകുകയായിരുന്നു. സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കാൻ പുതുക്കാട് പള്ളി വികാരിയുടെ പേരിൽ വ്യാജ പ്രചാരണം. പുതുക്കാട് പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്തിന്റെ പേരിലാണ് വ്യാജ വീഡിയോ പ്രചരിക്കുന്നത്. സംഭവത്തിൽ വൈദികൻ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. മാസങ്ങൾക്ക് മുൻപ് പ്രചോദി നികേതൻ കോളേജിൽ സുരേഷ് ഗോപി പങ്കെടുത്ത യോഗത്തിലെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്ന് വികാരി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രചോദി നികേതൻ കോളേജിൽ നടന്ന ഒരു പ്രോഗ്രാമിലെ വീഡിയോയും ഫോട്ടോയും വെച്ചുകൊണ്ടാണ് ഈ തെറ്റായ വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് സൈബർ സെല്ലിൽ ഞാൻ തന്നെ നേരിട്ട് പ്രസ്തുത വാർത്തയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഈ വാർത്ത തീർത്തും വ്യാജമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. തൃശൂരിലെ കോൺഗ്രസ് നേതാവും 3 തവണ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറുമായിരുന്ന ജോൺ കാഞ്ഞിരത്തിങ്കൽ BJPയിൽ ചേർന്നു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. അനീഷ് കുമാർ ജോൺ കാഞ്ഞിരത്തിങ്കലിനെ BJPയിലേക്ക് സ്വീകരിച്ചു. BJP സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി K. സുഭാഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കരുവന്നൂർ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ വസ്ത്രമൂരി പ്രതിഷേധിക്കാൻ ശ്രമിച്ചു. ബാങ്കിൽ തന്റെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് മാപ്രാണം സ്വദേശിയായ വടക്കേത്തല ജോഷി കരുവന്നൂർ ബാങ്കിൽ എത്തിയത്. മാപ്രാണം സെന്ററിലുള്ള ശാഖയിലാണ് ജോഷി ചെന്നത്. പണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ വസ്ത്രം ഊരിയെറിഞ്ഞ് പ്രതിഷേധിക്കുമെന്ന് ജോഷി പറഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ നിക്ഷേപ തുകയുടെ പലിശ കണക്കാക്കി ബാങ്ക് അധികൃതർ പാസ്ബുക്കിൽ പതിച്ചു നൽകുകയും 30-ന് ചേരുന്ന ബാങ്ക് ഡയറക്ടർമാരുടെ യോഗത്തിൽ പണം തിരികെ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ജോഷി തിരിച്ചു പോവുകയായിരുന്നു. പലിശയടക്കം 55,85,721 രൂപയാണ് ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ബാങ്കിൽ നിന്നും ലഭിക്കാനുള്ളത്. പലിശ ഇല്ലാതാക്കിയിട്ട് ഒരുമിച്ച് കൂട്ടുമ്പോൾ 3,80,000 എനിക്ക് നഷ്ടമുണ്ട്. ഓക്കെ, സമ്മതിക്കാമെന്ന് വെച്ചിട്ട് അതിന് കണക്ക് കൂട്ടാനായിട്ട് 1 മണിക്കൂറിലധികം എടുത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് കണക്ക് കൂട്ടിയെടുത്ത് 5 മിനിറ്റിലാണ്. 1 മണിക്കൂറിലധികം എടുത്ത് ഈ സഹകരണ ബാങ്ക് അത് കണക്ക് കൂട്ടിയെടുക്കാൻ. ഇപ്പോൾ ഒരു ഉറപ്പ് തന്നിരിക്കുന്ന 30-ാം തീയതി എന്ന് പണം തരുന്നുള്ളൂ. ഇനി ഒരു 3 മാസത്തിൽ കൂടുതൽ ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വസ്ത്രം ഊരിക്കളഞ്ഞ് പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് തന്നെ ചെയ്യാനായിട്ട്.
തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിച്ചതായി ആക്ഷേപം. ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് വിദേശ വനിത ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ശ്രീമൂലസ്ഥാനത്ത് ഒരാൾ കടന്നു പിടിച്ചുവെന്നാണ് വിദേശ വനിതയുടെ ആരോപണം. സംഭവത്തിൽ പരാതി ലഭിച്ചില്ലെങ്കിലും വീഡിയോയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബ്ലോഗറായ വിദേശ വനിത തൃശൂർ പൂരത്തിന്റെ പ്രതികരണം ആളുകളിൽ നിന്ന് തേടുന്നതിനിടയിലായിരുന്നു സംഭവം. ഇരിങ്ങാലക്കുട ശ്രീകുടൽ മാണിക്യം തിരുവോത്സവത്തോടനുബന്ധിച്ച് 4ാം ഉത്സവം ആഘോഷിച്ചു. ശിവേലിക്ക് പെരുവനം പ്രകാശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം അരങ്ങേറി. 100ഓളം കലാകാരന്മാരെ അണിനിരത്തിയായിരുന്നു മേളവിസ്മയം തീർത്തത്. വേനൽ ചൂടിനെ അവഗണിച്ച് 100 കണക്കിന് ഭക്തരാണ് ഉത്സവം ആസ്വദിക്കാൻ സംഗമപുരിയിലേക്ക് ഒഴുകിയെത്തിയത്. ശിവേലിക്ക് ഗുരുവായൂർ ദേവസ്വം ജൂനിയർ വിഷ്ണു സംഗമേശന്റെ തിടമ്പേറ്റി, തിരുവമ്പാടി കണ്ണൻ വലത്തും ബാസ്റ്റ്യൻ വിനയസുന്ദർ ഇടത്തും കൂട്ടാനുകളായി 17 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. ജില്ലയിൽ പോളിംഗ് ബൂത്തുകൾ സജ്ജം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് 11,000-ഓളം ഉദ്യോഗസ്ഥരെ. ജില്ലയിൽ അതീവ സുരക്ഷയിൽ 48 ബൂത്തുകൾ. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയെന്ന ആരോപണവുമായി UDF. LDF തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ആയുധ വിവാദം അടിസ്ഥാനരഹിതമെന്ന LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ. മന്ത്രിയെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് BJP. തെരഞ്ഞെടുപ്പിൽ CPM BJP അന്തർധാര വ്യക്തമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. CPM BJP ബന്ധമുണ്ടാകണമെങ്കിൽ വെളുത്ത കാക്ക മലർന്നു പറക്കേണ്ടി വരുമെന്ന LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ദുരാരോപണങ്ങൾ കൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മാറ്റ് കുറയ്ക്കാമെന്ന വ്യാമോഹം നടക്കില്ലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി. ഹർജി മെയ് 22-ന് വീണ്ടും പരിഗണിക്കും. ഈ രാത്രി പുലർന്ന് നേരം വെളുക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ വലിയ മഹോത്സവ ദിനത്തിലേക്കാണ് നാം ഉണരുന്നത്. വോട്ട് പാഴാക്കരുത്, വോട്ട് ഒഴിവാക്കരുത്. ശുഭരാത്രി.